ഹായ് ഫ്രണ്ട്സ്, ഹെരീസ് വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിസ്നി വേൾഡിൽ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലൊക്കെയാണ് ഞങ്ങൾ. കോഫി ഉണ്ടാക്കുവാണ്. കോഫി മെഷീൻ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് ഞങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അതിൻ്റെ അടപ്പ് മാറ്റി വെച്ചതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാതിരുന്നത്. പിന്നീട് അതെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചെറിയ ഗ്രോസറി ഷോപ്പിൽ പോയി കുറച്ച് സിറിയൽസും ബ്രെഡും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും പിന്നെ ചായയൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ ഹെലിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സിറിയൽ ഞാൻ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്ലെൻഡറും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അവൾക്കത് ബ്ലെൻഡ് ചെയ്ത് രാവിലെ അവൾക്ക് ട്യൂബിൽ കൂടെ തന്നെ കൊടുക്കണം. അവൾ ഓർലി എടുക്കില്ല. അപ്പോൾ അതെല്ലാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വില്ല തന്നെ എടുത്തത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിച്ചൺ കൂടി ഉണ്ടല്ലോ. രാവിലെ ദൈവമുള്ള പല്ലൊക്കെ തേപ്പിച്ച് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. രാവിലെ എന്തായാലും പപ്പയും ഹെലിയും വരില്ല. ഹെലിയുടെ ഫിക്സിൻ്റെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കിടന്ന് ഉറങ്ങണം. അപ്പോൾ പപ്പ അവളെ നോക്കിക്കോളും. ആ സമയത്ത് ഞങ്ങൾക്ക് പോയി അത്യാവശ്യം വലിയ റൈഡുകളിലൊക്കെ ഒന്ന് ഇവന്മാരെ കയറ്റിയിട്ട് വരാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ രണ്ട് സ്പ്ലിറ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടോ. ഇവിടെ നമ്മൾ ഈ ഹോട്ടലിലോ റിസോർട്ടിലൊക്കെ താമസിക്കുവാണെങ്കിൽ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർലി എൻട്രി ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു തവണ പോലും എയർലി എൻട്രി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതേ കാണുന്നത് ബസ് ടൈമാണ് അവിടെ എഴുതി കാണിക്കുന്നത്. ഓരോ പാർക്കിലേക്ക് പോകാനുള്ള ബസ് അതിൻ്റെ സമയത്ത് വരുന്നതായിരിക്കും. ഏകദേശം എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും എല്ലാ പാർക്കിലേക്കും ബസ് സർവീസ് ഉണ്ട് കേട്ടോ. പിന്നെയാണെങ്കിലും നമ്മളിവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. ബസ് സർവീസിനെ കുറിച്ചോ എങ്ങനെയാണ് പാർക്കിൽ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞങ്ങൾ പോവുകയാണെങ്കിൽ അത് ഹെലിൻ്റെയും കൊണ്ട് പോകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ എന്നോർത്തിട്ടാണ് ഞങ്ങൾ തന്നെ ആദ്യം പോകുന്നത്. ബസ്സായിരിക്കും മിക്കവാറും മാജിക് കിങ്ഡം. 10:05 എന്നാണ് പറഞ്ഞേക്കുന്നത്. കിങ്ഡം ഇത് മാജിക് കിങ്ഡത്തിലേക്കാണ് ഞങ്ങൾക്ക് ഇതിനകത്താണ് പോകേണ്ടത്. ഞങ്ങളിതിനകത്ത് കയറുവാണ്. ഞാൻ എടുത്തോളാം. പോകും. ഹലോ, നമ്മൾ താമസിക്കുന്ന സരട്ടോഗ വില്ല എന്ന് പറഞ്ഞാൽ ആ വില്ലയിൽ നിന്ന് മാത്രം ആളുകളെ എടുക്കുന്ന ബസ്സാണ് ഇത്. അത് അവിടെ തന്നെ ഒരു 5-8 സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്നുള്ള ആളുകളെ എടുത്തിട്ട് നേരെ ഇത് മാജിക്കൽ കിങ്ഡത്തിലേക്കാണ് വരുന്നത്. മാജിക്കൽ കിങ്ഡത്തിലെ ഈ സെയിം ബിൽഡിംഗ് തന്നെയാണ് പാരീസിലെ ഡിസ്നി ലാൻഡിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സെയിം കളർ ഇതെല്ലാം അങ്ങനെ തന്നെ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് നോ എൻട്രി എന്നാണ്. ഇവിടെ വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് തോന്നിയത് നാട്ടിൽ പള്ളിപ്പെരുന്നാളിന് എത്തിയൊരു പ്രതീതിയാണ്. പല സ്ഥലങ്ങളിലും ബലൂൺ വിൽക്കുന്നതും ഐസ്ക്രീം വിൽക്കുന്നതും കുഞ്ഞു കുഞ്ഞു പെട്ടിക്കടകളൊക്കെ പോലെ. പിന്നെ നിറയെ ആളുകൾ, എവിടെ നോക്കിയാലും ആളുകൾ, തിരക്കും തിരക്കും എല്ലാം ആയിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് ഞങ്ങൾ ഒരുപാട് വലഞ്ഞു. കാര്യം ഞങ്ങളുടെ കയ്യിൽ മാപ്പ് ഉണ്ടെങ്കിലും അതുകൊണ്ട് വലിയ ഗുണമൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് എവിടെയാണെന്ന് പോലും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയൊരു സ്ഥലമായിരുന്നു ഇത്. ഇത് പ്രോപ്പർട്ടി ഫോർ ഷോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് സെവൻ ഡ്വാർഫ് മൈൻ ട്രെയിന്. ഈ റൈഡിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പോണു കയറി ഞങ്ങൾ ഇവിടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് അല്ലേ. ഈ റൈഡിലേക്കാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തന്നെയാവില്ലേ? ഇതിന് തന്നെ ഇരിക്കാൻ പേടിയില്ലല്ലോ. എനിക്ക് തന്നെ ഇരിക്കാൻ പേടിയാ. അപ്പോൾ പൊന്നുവാ.
നെതർലാൻഡിൽ ട്രെയിൻ പോകുന്നതാണ് ഈ മുകളിൽ കാണുന്നത്. ഞങ്ങൾ പക്ഷെ പോകുന്നത് വേറൊരു റൈഡിലേക്കാണ്. ഏത് റൈഡിൻ്റെ പേര്? ട്രോൺ ലൈറ്റ് സൈക്കിള്. അതെവിടെയെന്ന് അറിയില്ല, അതിനി നോക്കിയിട്ട് വേണം. അതെ അതെ അതെ, that's the one. Look. Yeah, that's the one we are going. Yeah. ആ റൈഡ് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ആ റൈഡിലേക്ക്, ഇതിൻ്റെ ഉള്ളിലേക്കാന്ന് തോന്നുന്നു ആ റൈഡ്. ഇത് ബിഗ് വൺ. കുറച്ച് ദൂരം നടക്കാൻ ഇതിനകത്തേക്ക്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കി, ഇത് ഫുള്ള് റൈഡാണ് കേട്ടോ. ഈ റൈഡാണ് നമ്മൾ എടുക്കാൻ പോകുന്ന റൈഡ്. അപ്പോൾ ആരെങ്കിലൊക്കെ വരും. അല്ല, Why do you leave us behind? Why do you leave us behind? ഏകദേശം 1.5 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഈ റൈഡിന് പോകാൻ പറ്റിയത്. എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അവളെ വീട്ടിലാക്കിയിട്ട് ഇങ്ങനത്തെ വലിയ റൈഡുകളിലൊക്കെ പോകുന്നത്. 55 മിനിറ്റാണ് നമുക്ക് വെയിറ്റിംഗ് ടൈം. അതാണ് ഇപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതലായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ആളുകൾ കയറിയിരിക്കുകയാണ്. പോയിട്ടോ ദേവര് പോയിട്ടോ. അപ്പം ചെയ്യാൻ പറ്റില്ല. Like that. Hasey's Corner. KFC. Hasey's Corner. Let's go into it. ഇങ്ങനെയൊക്കെ കാണാൻ നല്ല രസമല്ലേ? കുറേ പേര് ഈ ബസ്സിലൊക്കെ വരുന്നുണ്ട്. ഇതെങ്ങനെ ബസ്സിൽ പോകണമെന്ന് എനിക്കറിയില്ല, അതൊന്ന് ചോദിച്ചു നോക്കാം. സൗണ്ട് നോക്കി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.